Hello friends, welcome back to your channel. ഇന്നൊരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ക്രാഫ്റ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എഗ്ഗ് വാങ്ങുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ എഗ് ട്രേ അല്ലെങ്കിൽ എഗ് ബോക്സ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. അപ്പോൾ ഞാനിവിടെ അതുപോലെ ഒരു എഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ വാൾ ഹാങ്ങിങ് ആണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. ഇതിലെ എഗ്ഗ് വെക്കുന്ന ഓരോ സ്പേസും നമുക്ക് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. എന്നിട്ട് ഇത് ഓരോന്നും നമുക്ക് ഓരോ ഫ്ലവർ ആക്കി മാറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ മേലെ വരുന്ന കവറിങ്ങിൻ്റെ പോർഷൻ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സിസർ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ഹാർഡായിട്ട് നമുക്ക് തോന്നും, കാരണം ഇത് ഇങ്ങനെ ജോയിൻറ്റ് വന്നിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 3 എണ്ണത്തിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും വീണ്ടും സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇതുപോലെ ഓരോ പീസാക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കാം. അപ്പോൾ സിസർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫിനിഷിംഗ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടും. ഈ രീതിയിൽ വേണം നമ്മൾ ഓരോന്നും കട്ട് ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് പെറ്റൽസ് ഷേപ്പ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 4 പെറ്റൽസ് ആക്കി ഇതിനെ മാറ്റണം. ഇതുപോലെ 4 പെറ്റൽസ് ആയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ഓരോന്നും നമുക്കൊന്ന് പെറ്റൽസിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് തിരിച്ചു പിടിക്കുക. എന്നിട്ട് ഓരോ പെറ്റൽസിൻ്റെ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊരു പെറ്റലിൻ്റെ ഷേപ്പ് ആക്കി കൊടുക്കണം. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് സിസർ യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ ഷേപ്പ് ആക്കി എടുക്കണം. നമ്മളെടുത്തിരിക്കുന്ന എഗ് ട്രേയിൽ നിന്നും 15 ഫ്ലവേഴ്സാണ് നമുക്ക് കിട്ടുക. ഞാനിവിടെ മൊത്തം 32 ഫ്ലവേഴ്സാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നേരത്തെ കളക്ട് ചെയ്ത് വെച്ച എഗ് ട്രേയിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ രീതിയിൽ നമ്മളെടുത്തിരിക്കുന്ന ആ എഗ് ട്രേ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് എത്ര ഫ്ലവേഴ്സ് വേണം അത്രയും ഫ്ലവേഴ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫ്ലവേഴ്സ് അത്രയും പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇവിടെ ഞാൻ ഫെവിക്രിലിൻ്റെ ക്രിംസൺ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെഡ് കളർ യൂസ് ചെയ്തിട്ട് സെൻറ്ററിൽ വേണ്ട ജസ്റ്റ് പെറ്റൽസ് മാത്രം ഒന്ന് കളർ ചെയ്തെടുക്കുക. അപ്പോൾ ടോട്ടൽ 32 ഫ്ലവേഴ്സ് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാൻ നോക്കാം. ആദ്യം ഒരു ഫ്ലവർ എടുത്തിട്ട് അതിന് മേലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മേലെ നമുക്കൊരു ഫ്ലവറും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ടാമത് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന ഫ്ലവറിൻ്റെ പെറ്റൽസ് ആദ്യം നമ്മളെടുത്ത ഫ്ലവറിൻ്റെ 4 സൈഡിൽ സ്പേസ് വരും. ആ ഒരു സ്പേസിൻ്റെ അവിടെയായിട്ട് അതിൻ്റെ പെറ്റൽസ് വരുന്ന രീതിയിൽ വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. കേട്ടോ, ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 2 ലെയർ ഫ്ലവറാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 ഫ്ലവർ വെച്ച് നമുക്ക് എല്ലാ ഫ്ലവേഴ്സും നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി ഫ്ലവേഴ്സിൻ്റെ സെൻറ്റർ പോർഷനിൽ കുറച്ച് ഡാർക്ക് ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ സ്ക്യൂവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സ്ക്യൂവേഴ്സ് വേണമെന്ന് നിർബന്ധമില്ല, നമുക്ക് പേപ്പർ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിത് ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ ജോയിൻറ്റിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓരോ ജോയിൻറ്റ്, അതായത് 2 സ്ക്യൂവേഴ്സ് തമ്മിൽ പാസ് ചെയ്ത് പോകുന്ന ആ ഓരോ ജോയിൻറ്റിലും നമ്മൾ റെഡിയാക്കി എടുത്ത ഫ്ലവേഴ്സ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ സെൻറ്ററിലെ ജോയിൻറ്റിൽ ആദ്യം ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം ഈ സൈഡിലുള്ളതും അതുപോലെ ഓരോ ജോയിൻറ്റിലും നമുക്ക് ഫ്ലവർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് പിടിക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് ചെരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ എല്ലാ ജോയിൻറ്റിലും നമ്മൾ റെഡിയാക്കി എടുത്ത ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം ഞാനിവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ആയിരിക്കും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കാണാനായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഇതുപോലെ ചെറിയൊരു പീസ് സാറ്റിൻ റിബൺ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ എഗ് ട്രേ യൂസ് ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുത്ത വാൾ ഹാങ്ങിങ് ഇവിടെ കംപ്ലീറ്റ് ആയി. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതേ കളർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള വാൾ ഹാങ്ങിങ് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈഡ് പിക്സൊക്കെ എനിക്ക് അയച്ചു തരിക. നമ്മുടെ ചാനലിലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസ് ആയാലും കുക്കിങ്ങും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസ് ആയാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തന്നെ അറിയിക്കുക. ട്രൈഡ് പിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാമിൻ്റെയും അതുപോലെ തന്നെ FB പേജിൻ്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലൊക്കെ ആരെങ്കിലും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.